ഹലോ, നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത് അഡോളസൻസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് ലൈഫ് ഇൻ ഹ്യൂമൻസ്. നമ്മൾ പറഞ്ഞു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് എന്ത് യൂട്രസ്. അത് റിലീസ് ചെയ്യും അല്ലേ. ഒരു മാസത്തിൽ 2 ഓവറിയിൽ നിന്നും കൂടി ഒരൊറ്റ എഗ്ഗാണ് റിലീസ് ആവുക. ഫസ്റ്റ് റിലീസ് ചെയ്യണേനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്യൂബർട്ടി എന്ന് പറയുക. പ്യൂബർട്ടി സെലിബ്രേറ്റ് ചെയ്യാറൊക്കെ ഇല്ലേ, അത് ഏകദേശം ഒരു 10 to 12 വയസ്സ്, ചിലവർക്ക് ഇച്ചിരി നീണ്ടുപോകും. 18 വയസ്സിനുള്ളിൽ എന്തായിരിക്കും പ്യൂബർട്ടി അറ്റൈൻ ചെയ്തിരിക്കും ഏതൊരു ഫീമെയിലും. അത് ഒരു 45 to 50 വയസ്സ് വരെയാണ് ഈ മെനിസ്ട്രേഷൻ ഒരു സൈക്കിള് നിൽക്കുക. എന്താണ് മെനിസ്ട്രേഷൻ എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഓവറിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, എഗ്ഗ് റിലീസ് ചെയ്യും അല്ലേ. പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ എല്ലാ മാസവും, ഇപ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവട്ടെ, 2 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും റിലീസ് ആവുക. അതിനെക്കുറിച്ച് മെനിസ്ട്രേഷൻ വരെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം നമ്മുടെ ഹോർമോൺ ആ ഒരു ടൈമിൽ മാത്രമാണല്ലോ, ഫസ്റ്റ് ആണല്ലോ നമ്മുടെ ബോഡിയിൽ അങ്ങനത്തെ ഒരു ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യണത്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടും ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ ബ്ലഡ് അതിൻ്റെ അളവിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെ ആയിരിക്കാം. എന്നുവെച്ചാൽ പ്യൂബർട്ടി വന്നതിന് ശേഷം എല്ലാ മാസവും റെഗുലറായി ഫസ്റ്റ് മെനിസ്ട്രേഷൻ കഴിഞ്ഞ് പിന്നത്തെ മാസവും മെനിസ്ട്രേഷൻ ആവണമെന്നില്ല. മനസ്സിലായ? ഒരു 18 വയസ്സൊക്കെ ആയിട്ടും നമ്മൾ റെഗുലറായിട്ടൊരു മെനിസ്ട്രേഷൻ സൈക്കിൾ നമുക്കില്ലെങ്കിലാണ് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ, ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഹോർമോണിൻ്റെ ഒക്കെ ഒരു വേരിയേഷൻ അതൊന്ന് കറക്റ്റായി വരണ്ടേ. ആ ഒരു ഇതാണ് കേട്ടോ. അതിന് കണ്ടിട്ടൊന്നും കുട്ടികൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ മെനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓവർ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, എഗ്ഗിന് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ എഗ്ഗ് ഫെർട്ടിലൈസേഷൻ നടക്കണ എവിടെ വെച്ചാൽ ഓവിഡക്റ്റ് വെച്ചാണ് അല്ലേ. ഈ ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗ് സൈഗോട്ടാവുകയും ആ സൈഗോട്ടാണ് ഒരു എംബ്രിയോ ആയി ന്യൂ ബേബിയായി മാറാം. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ, ഈ എഗ്ഗിന് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഈ യൂട്രസ് ഓൾറെഡി എന്തായിരിക്കും, ബേബിയെ ക്യാരി ചെയ്യാൻ വേണ്ടി യൂട്രസിൻ്റെ വോളൊക്കെ തിക്നെസ് ആയിട്ടുണ്ടായിരിക്കും. മനസ്സിലായി? പിന്നെ ഈ റിലീസായ എഗ്ഗും ഉണ്ടായിരിക്കും. ഈ എഗ്ഗും ഈ തിക്നെസ് ആയ വോളും എല്ലാം കൂടിയും ഷെഡ് ഓഫ് ചെയ്യും, പൊഴിഞ്ഞു വീഴും. അങ്ങനെ ഒരു ബ്ലഡോട് എന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ഇങ്ങനെ അടർന്നു വരുന്നല്ലേ. അപ്പോൾ ആ ബ്ലീഡിങ്ങോട് കൂടിയിട്ടായിരിക്കും ഇതെല്ലാം കൂടിയും പുറത്തേക്ക് പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മെനിസ്ട്രേഷൻ എന്ന് പറയാം. If fertilization does not occur, the released egg and the thickened lining of the uterus along with its blood vessels are shed off. This causes bleeding in women, which is called menstruation. സെറ്റായില്ലേ അത്? അതുപോലെ നമ്മൾ പറഞ്ഞു മെനിസ്ട്രേഷൻ നടക്കപ്പോഴാണ് 28 to 30 ഡേയ്സിന് ഇടയിലായിരിക്കും. ചിലർക്ക് അത് 30 എന്നുള്ളത് ഇത്തിരി അങ്ങോട്ട് നീങ്ങി പോവുകയൊക്കെ ചെയ്യും കേട്ടോ. 40 ഒക്കെ വരാം. അതൊക്കെ ഒരു നാച്ചുറൽ തന്നെയാണ്. നമ്മൊരു ഡേറ്റ് പറയുമ്പോൾ 28 to 30 ഡേയ്സിലായിരിക്കും. ദ ഫസ്റ്റ് മെനിസ്ട്രേഷൻ ഫ്ലോ ബിഗാൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് ഇറ്റ്സ് ടേം മെനാർക്കി. നമ്മൾ ഫസ്റ്റ് മെനിസ്ട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മെനാർക്കി എന്ന് പറയാം. മെനിസ്ട്രേഷൻ ഏകദേശം ഒരു 45 to 50 വയസ്സ് വരെയും മെനിസ്ട്രേഷൻ സൈക്കിൾ ഉണ്ടായിരിക്കും. ഈ മെനിസ്ട്രേഷൻ സൈക്കിൾ 45-50 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ ഓവറിയിൽ എഗ്ഗൊക്കെ എന്ത് ചെയ്യും, തീർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ മെനിസ്ട്രേഷൻ പിന്നെ ഉണ്ടാവില്ല. ആ ഒരു സ്റ്റോപ്പേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മെനൂപോസ് എന്ന് പറയാം. ഈ മെനിസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, ഹോർമോൺസ് ആണ് അല്ലേ. ഇപ്പം മെനിസ്ട്രേഷൻ ഓവം റിലീസ് ചെയ്യണതൊക്കെ എന്താണ്, ഹോർമോൺസിൻ്റെ കൺട്രോളിലാണ്. 2 ഓവറി ഉണ്ട്. 2 ഓവറിയിൽ നിന്നും ഒരൊറ്റ ഓവം മാത്രമേ ഒരു മാസത്തിൽ റിലീസ് ആവുള്ളൂ. ആ റിലീസായ എഗ്ഗ് ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്തുണ്ടാവും, സൈഗോട്ട് പിന്നീട് ഒരു എംബ്രിയോ, ആ എംബ്രിയോ യൂട്രസിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ന്യൂ ബോൺ ബേബി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ എഗ്ഗും ആ തിക്നെസ് ഉള്ള വോളും ബ്ലഡ് വെസൽസ് ഒക്കെ കൂടി പുറത്തേക്ക് പോകും. ആ ഒരു ബ്ലീഡിങ് ഉണ്ടാവും. ആ ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് സൈഗോട്ടാണ്. സൈഗോട്ട് എന്താവും, ഒരു ന്യൂ എംബ്രിയോ ആയിട്ട് അല്ലെങ്കിൽ ന്യൂ ബേബി ആയി മാറും അല്ലേ. ഈ ബേബി നമ്മൾ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നൊക്കെ കേട്ടിട്ടില്ലേ, ബോയ് ഓർ ഗേൾ. എങ്ങനെയാണ് ഒരു എംബ്രിയോ അല്ലെങ്കിൽ സൈഗോട്ട് ബോയ് ഓർ ഗേൾ ആയി മാറുന്നതെന്നാണ് ഇപ്പം ഇനി പറയാൻ പോണത്. അതിന് എന്തെല്ലാം ഘടകങ്ങളാണ്. നമ്മൾ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ക്രോമസോം ഉണ്ട്. നമ്മുടെ ഹ്യൂമൻസിന് എത്ര ക്രോമസോം ഉണ്ടെന്ന് അറിയോ, 23 pairs of chromosomes ഉണ്ട്. The chromosomes are present inside the nucleus of every cells. എല്ലാ സെൽസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ക്രോമസോം ഉണ്ട്.
അപ്പോൾ എഗ്ഗിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ക്രോമസോം ഉണ്ട് അല്ലേ? അതുപോലെ സ്പേമിനും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. നമ്മൾ പഠിച്ചാണ് സ്പേമിൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ക്രോമസോംസ് ഉണ്ടായിരിക്കും. ക്രോമസോം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എല്ലാ സെൽസിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കാണാം. അതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയാം. ഒരു ഹ്യൂമൻസിൻ്റെ 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. ആ ക്രോമസോമിൽ 2 ക്രോമസോമാണ് എന്ത്? നമ്മുടെ സെക്സ് ക്രോമസോംസ് എന്ന് പറയാം, എക്സ് ആൻഡ് വൈ. ഈ സെക്സ് ക്രോമസോമാണ് നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്നത്. അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ശരീരത്തിൽ എന്തായിരിക്കും? 2 ക്രോമസോം ഉണ്ടാവും. അതിലൊന്ന് XY ആയിരിക്കും. ഫീമെയിൽസിന് എന്തായിരിക്കും? XX ആയിരിക്കും. കൺഫ്യൂഷൻ ആയല്ലേ? ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. നമ്മൾ പറഞ്ഞു എന്ത്? ഓവറി എഗ്ഗ് റിലീസ് ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇത്രയും നേരം നമ്മൾ പഠിച്ചതാണ്. ഓവറി എന്ത് റിലീസ് ചെയ്യും? എഗ്ഗ് റിലീസ് ചെയ്യും. എഗ്ഗ് ഒരു സിംഗിൾ സെല്ലാണെന്ന് പഠിച്ചു. ആ സിംഗിൾ സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞേ? ക്രോമസോംസ് ഉണ്ട് അല്ലേ? എല്ലാ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ക്രോമസോം ഉണ്ട്. അത്രയും സെറ്റല്ലേ? എഗ്ഗിൻ്റെ ഉള്ളിലുള്ള ക്രോമസോം എന്തായിരിക്കും എന്നറിയോ? എക്സ് എന്ന ക്രോമസോം ആയിരിക്കും. എഗ്ഗിലുള്ള ക്രോമസോം എപ്പോഴും എന്തായിരിക്കും? എക്സ് എന്ന ക്രോമസോം ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? സെക്സ് ക്രോമസോം ഉണ്ട്. സെക്സ് ക്രോമസോം ആണ്. ഒന്ന് എക്സും ഒന്ന് വൈയും. അപ്പം എഗ്ഗിൻ്റെ ഉള്ളിലുള്ള ക്രോമസോം എപ്പോഴും എന്തായിരിക്കും? എക്സ് എന്ന ക്രോമസോം ആയിരിക്കും. അത് മനസ്സിലായ? അത് തലയിൽ കയറ്റി വെക്കുക കേട്ടോ. ഇനി സ്പേം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് മെയിൽ ഗാമേറ്റ് വേണം. ആ മെയിൽ ഗാമേറ്റ് ആണ് എന്ത്? സ്പേം. ഓക്കെ. ആ സ്പേമിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. സ്പേമിൻ്റെ ഉള്ളിലും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ക്രോമസോം ഉണ്ട്. ആ ക്രോമസോമിൽ സ്പേം 2 തരത്തിലായിരിക്കും ക്രോമസോം ഉണ്ടാവുക. ചില സ്പേമുകളിൽ എക്സ് എന്ന ക്രോമസോം ആയിരിക്കും. ചില സ്പേമുകളിൽ വൈ എന്ന ക്രോമസോം ആയിരിക്കും. ഓക്കെ, സെറ്റായി. അത് എഗ്ഗിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എക്സ് എന്ന ക്രോമസോം മാത്രമേ ഉള്ളൂ. ഏത് എഗ്ഗ് എടുത്താലും എക്സ് എന്ന ക്രോമസോം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഓവറിയിലെ എഗ്ഗ് ഇട്ട ഓവ അതെടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന ക്രോമസോം മാത്രമേ ഉള്ളൂ. ഓക്കെ. സ്പേം അങ്ങനെയല്ല. സ്പേം എന്താണ്? 2 തരമാണ്. ഒന്നിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? വൈ എന്നുള്ള ക്രോമസോം ആയിരിക്കാം. ചില സ്പേംസിൻ്റെ ഉള്ളിൽ എന്തായിരിക്കാം? എക്സ് എന്ന ക്രോമസോം ആയിരിക്കാം. ഓക്കെ. നമ്മൾ പറഞ്ഞു ബേബി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടാവണമെങ്കിൽ എംബ്രിയോ ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് എന്തെടുക്കണം? ഈ എഗ്ഗും സ്പേമും തമ്മിൽ എന്തെടുക്കണം? ഫ്യൂഷൻ നടക്കണം. ഓക്കെ. അപ്പം ഈ എഗ്ഗും സ്പേമും ഫ്യൂഷൻ നടക്കണം. അപ്പം വരുന്ന സ്പേം, എഗ്ഗിൽ എന്താണ്? എക്സ് മാത്രമേ ഉള്ളൂ. വരുന്ന സ്പേം വൈ എന്ന ക്രോമസോമാണ് കൊണ്ടുവരുന്നതെങ്കിൽ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഒരു സ്പേമും ഒരു എഗ്ഗും ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലേ? ആ സ്പേമിൽ വൈ എന്ന ക്രോമസോം ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫ്യൂഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? എക്സും വൈയും ഉണ്ടാവും അല്ലേ? അപ്പോൾ എക്സും വൈയും വന്നാൽ ആ കുട്ടി എന്തായിരിക്കും? ആ എംബ്രിയോ ഗ്രോ ചെയ്ത് എന്താവും? ബോയ് ആവും. ഓക്കെ. ബോയുടെ ക്രോമസോം ആണ് എന്ത്? എക്സ് വൈ, മെയിലിൻ്റെ ക്രോമസോം. ഇനി എക്സ് നമ്മുടെ എഗ്ഗ് ഇവിടെ ഇരിക്കുന്നു. ആ എഗ്ഗ് ഫ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് സ്പേം വരാണ്. ആ വരുന്ന സ്പേമിൽ എക്സ് എന്നുള്ള ക്രോമസോം ആണോ ഉള്ളതെങ്കിൽ, മനസ്സിലായ? ആ വരുന്ന സ്പേമിൽ ഫ്യൂഷൻ നടക്കുന്ന ആ സ്പേമിൽ എക്സ് എന്ന ക്രോമസോം ആണോ ഉള്ളത്? ആ ഫ്യൂഷൻ നടക്കാണ്. അപ്പം എക്സ് എന്ന എഗ്ഗും എക്സ് ക്രോമസോമുള്ള സ്പേമും തമ്മിൽ എന്തെടുക്കാണ്? അവിടെ ഫ്യൂഷൻ നടക്കാണ്. എന്നിട്ടുണ്ടാവുന്ന സൈഗോട്ടിൽ അപ്പം എന്തായിരിക്കും ഉണ്ടാവുക? ക്രോമസോം എക്സ് എക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് കുട്ടിയായിരിക്കും ഉണ്ടാവുക? എന്തായിരിക്കും? ഗേൾ ആയിരിക്കും ആ കുട്ടി അല്ലേ? മനസ്സിലായില്ലേ? ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് 23 പെയേഴ്സ് ഓഫ് ക്രോമസോം. എത്ര ക്രോമസോം ഉണ്ട്? 23 പെയർ ഓഫ് ക്രോമസോം. അതായത് 46 ക്രോമസോംസ് ആണ് ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളത്. 2 chromosomes out of these are sex chromosome. അതിൽ 2 ക്രോമസോമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സെക്സ് ക്രോമസോംസ് എന്ന് പറയാ. അതാണ് എന്ത്? എക്സും വൈയും. മനസ്സിലായില്ലേ? 23 പെയർ ഉണ്ട്. അതിൽ ഒരു പെയർ എന്താണ്? സെക്സ് ക്രോമസോം ആണ്. അതേതൊക്കെയാണ്? എക്സും വൈയും ആണ്. അപ്പൊ ഫീമെയിലിൽ എന്തായിരിക്കും ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു എഗ് ഓൾറെഡി എന്തായിരിക്കും? എക്സ് ക്രോമസോം ആയിരിക്കും. അതിൽ വരുന്ന സ്പേമും എക്സ് ആവുമ്പോഴാണ് എന്താവുന്നത്? ഫീമെയിലായി മാറുന്നത്. അപ്പോൾ ഫീമെയിലിൽ എന്തുണ്ട്? 2
എക്സ് ക്രോമസോം കിട്ടി അല്ലേ. എക്സ് ക്രോമസോം 2 വന്നാൽ അതെന്തായി, ഫീമെയിലായി മാറി. അതേ സ്ഥാനത്ത് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്പേം, ആ സ്പേം വൈ ക്രോമസോം ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്തായി, ആ സൈഗോട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, എക്സും വൈയും ക്രോമസോം ഉണ്ട്. അപ്പോൾ അത് ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, മെയിലായിട്ടായിരിക്കും വരാം അല്ലേ. അപ്പം മെയിലിൽ എന്തിരിക്കും, ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും ഉണ്ടായിരിക്കും. ദ ഗാമേറ്റ്, എഗ് ആൻഡ് സ്പേം ഹാവ് ഓൺലി 1 സെറ്റ് ഓഫ് ക്രോമസോം. മനസ്സിലായി. അതായത് നമ്മുടെ ശരീരത്തിൽ 2 സെറ്റ് ക്രോമസോം, അതായത് സെക്സ് ക്രോമസോം ഉണ്ടായിരിക്കും. ഫീമെയിൽ ആണെങ്കിൽ എക്സും വൈയും ഉണ്ടാവും, ഫീമെയിൽ ആണെങ്കിൽ എക്സും ഉണ്ടാവും, മെയിൽ ആണെങ്കിൽ എക്സും വൈയും ഉണ്ടായിരിക്കും. അതേ സ്ഥാനത്ത് എഗ്ഗിലും സ്പേമിലും എന്താണ്, ഒരു ക്രോമസോംസ് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ. എഗ്ഗിൽ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ എക്സ് ക്രോമസോം ഉള്ളൂ കേട്ടോ, 2 എക്സ് ക്രോമസോം ഉണ്ടാവില്ല, ഒരൊറ്റ എക്സ് ക്രോമസോമേ ഉണ്ടാവുള്ളൂ. സ്പേമിലോ ഒന്നുകിൽ ഒരു എക്സ് ക്രോമസോം അല്ലെങ്കിൽ ഒരു വൈ ക്രോമസോംസ്. ഈ ക്രോമസോമിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ XXY എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, അബ്നോർമാലിറ്റി ആണ് കേട്ടോ. മെയിലിലെ സെക്സ് ക്രോമസോംസ് ഏതൊക്കെയാണ്, X ആൻഡ് Y ആണ്. ഫീമെയിലിലെ സെക്സ് ക്രോമസോംസ് ഏതാണ്, X ആണ് കേട്ടോ. തെറ്റില്ലല്ലോ, കാര്യങ്ങളെല്ലാം കറക്റ്റായില്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിരുന്നു, ഗ്ലാൻസ് പഠിച്ചിരുന്നു അല്ലേ. അത് എന്താ, ഡക്റ്റുള്ള ഗ്ലാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഡക്റ്റുള്ളത്, അതിന് നമ്മൾ എക്സോക്രൈൻ എന്ന് പറയും. ഡക്റ്റുള്ളത് ഏതൊക്കെയാണ്, സ്വെറ്റ് ഗ്ലാൻഡ് അല്ലേ. അവരെ സെക്രീഷൻസ് കൊണ്ടുപോകാനായിട്ട് അവർക്കൊരു പ്രത്യേകം ചെറിയൊരു ഡക്റ്റ് ഉണ്ടായിരിക്കും. ആ ഡക്റ്റിൽ കൂടെയാണ് അവരെ സെക്രീഷൻസ് റിലീസ് ചെയ്യുക. അതാണ് ഏതൊക്കെയാണ്, സ്വെറ്റ് ഗ്ലാൻഡ്, ഓയിൽ ഗ്ലാൻസ്, സലൈവറി അല്ലേ. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്, ചില ഗ്ലാൻസിൽ എന്തില്ല, ഡക്റ്റില്ല. അവരെ സെക്രീഷൻസ്, അതായത് ഹോർമോൺസ് നേരിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. എന്നിട്ട് ചില പെർട്ടിക്കുലർ ഏരിയയിൽ പോയിട്ടാണ് അതെന്ത് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ റിലീസ് ചെയ്ത ഹോർമോൺസ് പെർട്ടിക്കുലർ ഏരിയയിൽ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു സെക്രീഷനോ എന്തെങ്കിലും പുറപ്പെടുവിപ്പിക്കുന്ന ഇങ്ങനെ സഹായിക്കും. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയാം, ടാർഗറ്റ് സെൽ എന്ന് പറയാം. അപ്പോൾ ഈ ഡക്റ്റ് ഇല്ലാതെ റിലീസ് ചെയ്യുന്ന ഗ്ലാൻസിനെ എല്ലാം കൂടി നമ്മൾ എന്തെന്ന് പറഞ്ഞു, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞു അല്ലേ. ആ എല്ലാ ഗ്ലാൻസിനെയും കൂടി കൂട്ടിയിട്ട് ഡക്റ്റ് ഇല്ലാതെ നേരിട്ട് ബ്ലഡിലേക്ക് അവരുടെ സെക്രീഷൻസ്, ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്ന എല്ലാ ഗ്ലാൻഡിനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, എൻഡോക്രൈൻ ഗ്ലാൻസ് ഓർ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, സെറ്റല്ലേ അത്. അപ്പോൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻസിലാണ് എന്ത് വരുന്നത്, സെക്സ് ഹോർമോൺസ് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ സെക്സ് ഹോർമോൺസ് മാത്രമാണോ റിലീസ് ചെയ്യുന്നത്, ഒരിക്കലല്ല. സെക്സ് ഹോർമോൺസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു, ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും അല്ലേ. ഒന്നും കൂടിയും പറയാനോ, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ആണ് റിലീസ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിസ് റിലീസ് ചെയ്യുന്ന മെയിൽ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഓവറി റിലീസ് ചെയ്യുന്ന ഫീമെയിൽ ഹോർമോണാണ് ഏത്, ഈസ്ട്രജൻ. ഇത് ടെസ്റ്റിസ് റിലീസ് ചെയ്യൽ, ടെസ്റ്റിസ് ഓവറിക്കും റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് ഏത് സെക്രീഷനാണെന്ന് അറിയോ, പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആണ് ഈ ഓവറിയുടെയും ടെസ്റ്റിസിൻ്റെയും സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതെന്താണ്, അതും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. അതെന്താണ്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി മാത്രമാണോ ഉള്ളത്, അല്ല. നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. തൈറോയിഡ് ഉണ്ട്. ഓക്കെ, ഒരു ഗ്ലാൻഡാണ് എന്ത്, തൈറോയിഡ്. പിന്നെ ഒരെണ്ണമാണ് എന്ത്, പാൻക്രിയാസ്. പിന്നെ അഡ്രിനൽസ്. ഏതൊക്കെയാ, തൈറോയിഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി. തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ കുരക്കിൻ്റെ, ത്രോട്ടിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. പാൻക്രിയാസ് അറിയാമല്ലോ. പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ്സ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ മുകളിലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ്, ബ്രെയിനിലാണ്, തലച്ചോറിലാണ് അല്ലേ, ബ്രെയിനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്, തൈറോക്സിൻ എന്ന ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്. പാൻക്രിയാസോ ഇൻസുലിൻ എന്ന ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അഡ്രിനൽ ഗ്ലാൻഡ്സ് അഡ്രിനാലിൻ എന്ന ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്, TSH, FSH. നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് പറയുക.
കാരണം എന്താണ്, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് നമ്മളുടെ ഒട്ടുമിക്ക സെക്രീഷൻസിനെയും ഒട്ടുമിക്ക ഹോർമോൺ സെക്രീഷനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടെസ്റ്റിസും ഓവറിയും സെക്രീഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറിയാണ്. അതുപോലെ പിറ്റ്യൂട്ടറിയുടെ സെക്രീഷനിൽ വരുന്നതാണ് TSH, FSH, ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ പിറ്റ്യൂട്ടറിയുടെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. TSH എന്ന് പറഞ്ഞ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഇതാണ് എവിടെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ പാൻക്രിയാസ് റിലീസ് ചെയ്യുന്നതാണ് എന്ത്? ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ സെക്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടും. ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡയബറ്റീസ് എന്ന് പറയാം അല്ലെ. ഷുഗർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലായിരിക്കും. ആ ഷുഗറിനെ കൺവേർട്ട് ചെയ്യാനായിട്ട്, ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമുള്ള ഇൻസുലിനും മറ്റെന്ത് റിലീസ് ചെയ്യുന്നുണ്ടാവില്ല? പാൻക്രിയാസ് റിലീസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് എന്ത് വരാം? ഷുഗർ വരാം അല്ലെ. അതിനെ നമ്മൾ പറയാം എന്താ? ഡയബറ്റീസ് എന്നാണ് പറയാം. തൈറോക്സിൻ കറക്റ്റ് റിലീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്ന അസുഖമാണ് എന്ത്? ഗോയിറ്റർ. അതുപോലെ പിറ്റ്യൂട്ടറി ആണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ഹൈറ്റൊക്കെ കൃത്യമായിട്ട് അല്ലെ, ചില കുട്ടികളിൽ ഹൈറ്റ് കുറവായിരിക്കും, വളരെ കുള്ളന്മാരെന്നൊക്കെ പറയില്ല നമ്മൾ. അതൊക്കെ എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ഗ്രോത്ത് ഹോർമോൺസിൻ്റെ സെക്രീഷൻ കുറഞ്ഞു പോയത് കൊണ്ടാണ് അല്ലെ, കറക്റ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്, അറ്റാച്ച്ഡ് ടു ബ്രെയിൻ. ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ടെസ്റ്റിസ് ഓവറി ടു പ്രൊഡ്യൂസ് ദെയർ ഹോർമോൺസ് അല്ലെ. ഇതിൻ്റെ സെക്രീഷനാണ് എവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ടെസ്റ്റിസിലും ഓവറിലും സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും ടെസ്റ്റിസും ഓവറി റിലീസ് ചെയ്യുന്നത്. കൂടുതൽ ഹോർമോണിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടി കാര്യങ്ങൾ വ്യക്തമാവട്ടോ, മനസ്സിലായിട്ടില്ലെങ്കിൽ. It also secretes growth hormones. It is necessary for the normal growth of a person. Thyroid and adrenal secrete their hormones when they receive order from the pituitary through its hormones അല്ലേ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് TSH, ടീച്ചർ നേരത്തെ പറഞ്ഞു, TSH എന്ന് പറഞ്ഞ ഹോർമോണാണ് എന്തിനെ? തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ പാൻക്രിയാസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മളിൽ മാത്രമാണോ, ഹ്യൂമൻ ബീങ്സിൽ മാത്രമാണോ ഹോർമോൺസ് ഉള്ളത്? അല്ല. ഇൻസെക്റ്റിലും ഫ്രോഗിലും മിക്ക ജീവികളിലും എന്തുണ്ട്? ഹോർമോൺ സെക്രീഷൻ ഉണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഇൻസെക്റ്റുകളിൽ അല്ലെങ്കിൽ ചില ജീവികളിൽ, ഇപ്പോൾ പാമ്പ് അങ്ങനെയുള്ള ജീവികളിലായാലും എന്താണ്, അവ ഇണ ചേരുന്ന സമയങ്ങളിൽ അവരുടെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി ഒരു സെക്രീഷൻ ഉണ്ട്. അതൊരു ഹോർമോണാണ് ആ സെക്രീഷൻ. അതിനെയാണ് നമ്മൾ ഫെറമോൺ എന്ന് പറയാം കേട്ടോ. അതുകൂടാതെയും, അതായത് നമ്മളുടെ ഫ്രോഗ് അല്ലെങ്കിൽ ഇൻസെക്റ്റിൻ്റെ ഒക്കെ ലൈഫ് സൈക്കിൾ പഠിച്ചപ്പോൾ നമ്മൾ ലാർവ സ്റ്റേജ് പഠിച്ചിട്ടുണ്ടല്ലേ. ആ ലാർവ സ്റ്റേജിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് നടന്നിട്ടാണ് എന്താവുന്നത്? ഒരു അഡൽട്ട് ഫ്രോഗ് അല്ലെങ്കിൽ ഒരു സിൽക്ക് വോമായി മാറുന്നത്. ആ ഒരു ചേഞ്ചസിനെ എന്നാണ് നമ്മൾ എന്തെന്ന് പറയാം? മെറ്റാമോർഫോസിസ് എന്ന് പറയാം അല്ലേ. ഈ മെറ്റാമോർഫോസിസ് സഹായിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? തൈറോക്സിനാണ്. നമ്മൾ പറഞ്ഞു, തൈറോയ്ഡ് എന്ന് പറഞ്ഞ ഹോർമോണാണ് എന്ത് റിലീസ് ചെയ്യുന്നത്? തൈറോക്സിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ഈ തൈറോക്സിനാണ് അവരുടെ ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്താനായിട്ട്, ഒരു ഫ്രോഗ് മുഴുവനായി വളർന്ന് നല്ലൊരു ടാഡ്പോഡ് ഒരു ഫ്രോഗായി വളരാൻ വേണ്ടി സഹായിക്കുന്നത് എന്താണ്? ഈ തൈറോക്സിനാണ്. ഈ ഫ്രോഗ് നമ്മൾ എഗ് റിലീസ് ചെയ്ത് സൈഗോട്ടായി പറഞ്ഞില്ല, എന്നിട്ട് ലൈഫ് സൈക്കിൾ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ടാഡ്പോൾ എവിടെ? വെള്ളത്തിൽ കിടക്കണ്ടെന്ന് വിചാരിക്കുക. ആ വെള്ളത്തിൽ അയഡിൻ്റെ അളവ് കുറവാണെന്ന് വിചാരിക്കുക. ആ വെള്ളത്തിൽ അയോഡിൻ്റെ അളവ് ഇല്ല അല്ലെങ്കിൽ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ടാഡ്പോൾ കാലങ്ങളോളം ടാഡ്പോളായി തന്നെ കിടക്കും. മനസ്സിലായ? ഈ ടാഡ്പോളിന് എന്ത് രോഗമായി മാറാൻ പറ്റില്ല. നമ്മുടെ ലാർവ സ്റ്റേജിൽ നിന്നും അഡൽട്ട് സ്റ്റേജിലേക്ക് മാറണമെങ്കിൽ എന്ത് വേണം? തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ വേണം. തൈറോക്സിൻ ഹോർമോൺ തൈറോയ്ഡ് ഗ്ലാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ടാഡ്പോളിലും ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അയോഡിൻ്റെ പ്രസൻസ് ഉള്ള വാട്ടർ ആയിരിക്കണം. അയോഡിൻ വേണം. എന്നാൽ മാത്രമേ തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ റിലീസ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ്. നമ്മൾ അഡോളസൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ അഡോളസൻസ് എന്നല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും ഹെൽത്തി ആയിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? മെയിനായിട്ട് ബാലൻസ്ഡ് ഡയറ്റ് വേണം, എക്സസൈസ് വേണം, പിന്നെന്താണ്? പേഴ്സണൽ ഹൈജീൻ നിർബന്ധമായിട്ടും വേണം. മനസ്സിലായോ?
അഡോളസൻസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന ഒരു സ്റ്റേജാണ് അല്ലേ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ സ്വിച്ച് ഓൺ ചെയ്ത പോലെ ആയിരിക്കും നടക്കുക. അത്രയും കാലം നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ടൈമിലില്ലാത്ത പല ഹോർമോൺസും സ്വിച്ച് ഓൺ ചെയ്ത പോലെ റിലീസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയുടെ ഡെവലപ്മെൻറ്റ്സിന് എന്തെല്ലാം വേണം, ന്യൂട്രിയൻസ് വേണം അല്ലേ. നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഏതൊക്കെ ഉൾപ്പെടുത്താം, നമുക്ക് പാൽ ഉൾപ്പെടുത്താം, പിന്നെ വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, അതെന്തിനാ അയൺ അല്ലേ, ബ്ലഡ്. വുമൺസിലാണെങ്കിൽ എന്താണ്, ഫീമെയിൽ അല്ലെങ്കിൽ ഗേൾസിൽ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡൊക്കെ കഴിക്കണം. ഏതൊക്കെ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ്, ലീഫി വെജിറ്റബിൾസ്, പിന്നെ ഡേറ്റ്സ്, എഗ്ഗൊക്കെ എന്താണ് ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ. നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും അയേണും എല്ലാം, പിന്നെ എന്തൊക്കെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഇതൊക്കെ തരുന്ന എല്ലാം അടങ്ങിയ ഫുഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മീൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം അല്ലേ. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ അല്ലേ. നമ്മൾ ഡെയിലി 2 പ്രാവശ്യമെങ്കിലും കുളിക്കണം. കുളിക്കുമ്പോൾ തന്നെ വെറുതെ കുളിച്ചാൽ മതിയാ, നല്ല ക്ലീൻ ചെയ്ത് കുളിക്കണം. നമ്മുടെ ബോഡി അണ്ടർ ആംസിൽ മറ്റുള്ളിടത്തൊക്കെ എന്താണ് സ്വെറ്റ് ഗ്ലാൻസൊക്കെ കൂടുതലായിട്ട് സെക്രീഷൻസൊക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക, നല്ല നീറ്റായി ശരീരം കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരും. പിന്നെന്താണ്, നമുക്ക് അടുത്തിരിക്കുന്നവർക്കൊക്കെ എന്തായിരിക്കും, നമ്മൾ വൃത്തിയായി കുളിച്ചില്ലെങ്കിൽ ബാഡ് സ്മെൽസ് വരും അല്ലെ. കുട്ടിക്കാലത്ത് ഉണ്ടായതിനേക്കാളും കൂടുതൽ ഹോർമോൺസും സെറ്റ് ഗ്ലാൻസും ഒക്കെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളെ ബാഡ് സ്മെൽസ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല, പ്രോപ്പറായിട്ടല്ല കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ബാഡ് സ്മെൽസ് വരും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് എന്ത് വരും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരും അല്ലെ. ചൊറിഞ്ഞു മാന്തിയൊക്കെ നമ്മൾ നടക്കേണ്ടി വരും. പിന്നെ അപ്പോൾ നല്ല നീറ്റായി ക്ലീനായി കൊണ്ടുനടക്കുക നമ്മുടെ ബോഡിയെ. പിന്നെ അടുത്തത് പിന്നെ എന്താ പറയാനുള്ള, ഫിസിക്കൽ എക്സസൈസ് അല്ലെ. ഏത് ഏജിലുള്ള ആളാണെങ്കിലും, അഡോളസൻസ് എന്നല്ല, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ പ്രായക്കാരും എന്താ ചെയ്യേണ്ടത്, ഫിസിക്കൽ എക്സസൈസ് അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമൊക്കെ നടക്കുന്നത് നമ്മുടെ ബോഡിക്ക് എന്താണ്, ഹെൽത്തി ആയിരിക്കും. പിന്നെ സേ നോ ടു ഡ്രഗ്സ്. എന്താണ്, നമ്മൾ ഈ അഡോളസൻസ് ടൈമിൽ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ്, അതിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റേജാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടിയാണോന്ന് വെച്ചാൽ കുട്ടിയോ അല്ല, മുതിർന്നെന്ന് വെച്ചാൽ മുതിർന്നിട്ടില്ല അല്ലേ. അമ്മാത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് ഇല്ലത്തോട്ട് എത്തിയില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പിന്നെ പുതിയ പുതിയ കുറേ ഹോർമോൺസൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് എന്തായിരിക്കും, കൂടുതൽ സ്ട്രെസ്സ് തരുന്നുണ്ടായിരിക്കും. ചിലവരിൽ വളരെ സ്ട്രെസ്സൊക്കെ ആയിരിക്കും ഇങ്ങനെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ കൂടുതലുള്ള ടൈമായിരിക്കും. നമുക്ക് എന്തും അറിയണം, ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരു ക്യൂരിയോസിറ്റി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലും ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാനും ഇഷ്ടം, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടം. അപ്പം നമ്മൾ കൂട്ടുകൂടുന്ന ഫ്രണ്ട്സ് നല്ല ഫ്രണ്ടാണോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഇതൊരൊറ്റ വട്ടം യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞ് തരും. കുഴപ്പമില്ലടാ ഞങ്ങൾ ഉപയോഗിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരാം. പക്ഷെ അങ്ങനെ ഏതൊരു ഡ്രഗ് ആണെങ്കിലും ഒരു വട്ടം യൂസ് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ എന്താവും, അതിന് നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിന് അഡിക്റ്റ് ആയിപ്പോവും. പിന്നെ അവർ സിറിഞ്ചൊക്കെ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരേ സിറിഞ്ചൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരുപാട് ഡിസീസ് ഉണ്ട്. എയ്ഡ്സ് മാത്രമല്ല, HIV മാത്രമല്ല, എല്ലാത്തെയും ഒരുപാട് ഡിസീസുകളൊക്കെ ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മളിലേക്കും വരും. നമ്മുടെ നല്ലൊരു ശരീരവും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ ശരീരവും മനസ്സും നമ്മൾ നശിപ്പിച്ച് കളയണോ, അതിൻ്റെ ആവശ്യമില്ല അല്ലേ. നമ്മളതുകൊണ്ട് ഇതിന് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതോട് നോ പറയാം. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നല്ല ഫ്രണ്ട്സിനെ നോക്കി സെലക്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ക്രൈം ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്നത് ടീനേജിലുള്ള പിള്ളേരാണ്, അതറിയോ. അതുകൊണ്ടാണ് ഈ അഡോളസൻസ് എന്നുള്ളൊരു പീരീഡിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ കെയർഫുള്ളായിട്ടും കാണുമെന്ന് പറയണത്. നിങ്ങൾ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കോളൂ, അതിൽ മിക്ക കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചു വയ്ക്കുന്നത് ആരായിരിക്കും, ഈ അഡോളസൻസ് പീരീഡിലുള്ള പിള്ളേരായിരിക്കും. മനസ്സിലായി. നിങ്ങളുടെ ഭാവിയുടെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ അഡോളസൻസ് പീരീഡ് ടൈമിൽ വരാം. നിങ്ങൾ നല്ലൊരു മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഉള്ള ഒരു പേഴ്സണായി മാറാൻ നോക്കാം. ലൈഫിൽ പഠിച്ച് നല്ലൊരു ജോലിയിലെത്തി നല്ലൊരു എഡ്യൂക്കേഷനൊക്കെ നേടി പാരൻസിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് സമൂഹത്തിനും നാടിനും നല്ലൊരു വ്യക്തിയായി തീരും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ഒരു ടൈം നമ്മൾ
പോവാം കേട്ടോ. അല്ലാതെ ഡ്രഗ്സ് മറ്റുള്ള വഴിത്തിരികളിലേക്കൊന്നും പോകരുത്. നല്ല രീതിയിലേക്ക് മാറാം. സമൂഹത്തിന് വേണ്ട ഒരു വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കാം.